ഇന്നാണ് പഞ്ചാബും ബംഗളൂരുവും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരം നടക്കുന്നത്. ഇരു ടീമുകളും 14-ൽ 9 മാച്ചുകൾ വിജയിച്ച് പ്ലേ ഓഫ് സീറ്റിൽ ആദ്യ 2 സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഇന്നത്തെ മത്സരം നടക്കുക എന്നത് RCBയുടെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ്. മുൻപ് 2009, 2011, 2016 വർഷങ്ങളിൽ RCB ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും കപ്പ് നേടാനുള്ള ഭാഗ്യം ഇതുവരെ അവരെ തേടിയെത്തിയിട്ടില്ല. പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കിയാൽ 2014 മാത്രമാണ് അവർ ഫൈനൽ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആദ്യ പ്ലേ ഓഫ് മത്സരം ഇഞ്ചോടിഞ്ച് ഫൈറ്റായിരിക്കുമെന്നതിൽ സംശയവുമില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് മഴയുടെ കാര്യത്തിലാണ്. IPL വീണ്ടും പുനരാരംഭിച്ച ശേഷം ഷെഡ്യൂളുകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. RCBയുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നതുമൂലം മഴയുടെ സാഹചര്യം നിലവിലില്ലാത്ത സ്ഥലങ്ങളിലാണ് പ്ലേ ഓഫ് സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്നത്തെ ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ റിസർവ് ദിനവും ഇല്ല. അതുകൊണ്ട് തന്നെ മാച്ച് മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്ന ടീം നേരിട്ട് ഫൈനലിലെത്തും. നെറ്റ് റൺ റേറ്റിന്റെ നേരിയ വ്യത്യാസത്തിൽ പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്നത് പഞ്ചാബാണ്. കളി ഉപേക്ഷിച്ചാൽ പഞ്ചാബ് ഫൈനലിലെത്തും. RCBക്ക് എലിമിനേറ്റർ കളിക്കേണ്ടി വരും. നാളെ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലും റിസർവ് ഡേ ഇല്ല. എങ്കിലും ഇരു ടീമുകൾക്കും സന്തോഷിക്കാവുന്ന കാര്യം ഇന്ന് ചണ്ഡീഗഡിൽ മഴയുടെ സാധ്യത തീരെയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം.